മുകേഷിന്റെ രാജി ഇടതുപക്ഷം പ്രതിരോധിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ MLA മാർക്കെതിരെ സമാനമായ ആരോപണം ഉയർന്നപ്പോൾ അവരാരും രാജിവെക്കാനുള്ള മനസ്സ് കാണിച്ചില്ല എന്നതാണ്. സമാനമായ ആരോപണം വരുമ്പോൾ CPM-ന്റെ MLA മാത്രം എന്തിന് രാജിവെക്കണമെന്നാണ് ഇടതുപക്ഷം ഉയർത്തുന്ന ചോദ്യം. ഈ സമാനം എന്ന് പറയുന്നത് എവിടെയാണ്? കോൺഗ്രസിൻ്റെ UDF-ലെ 2 MLA-മാർക്കെതിരെ ആരോപണം ഉണ്ടായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അന്വേഷണം നടക്കുന്നുണ്ട്, കേസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ പ്രേരിതമെന്ന് എല്ലാവർക്കും അറിയാം. ഇത് ഏതെങ്കിലും സമാനമായ ഒരു ആരോപണമാണോ? നിരന്തരം വന്നുകൊണ്ടിരിക്കുകയല്ലേ. 1-ൽ നിന്നോ 2-ൽ നിന്നോ 3-ൽ നിന്നോ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് എത്ര എണ്ണമാവും? അപ്പോൾ ഇത് സ്ഥിരമായൊരു കേളിയാണ്. അത് അവസാനിപ്പിക്കട്ടെ. മറ്റത് ഇതുപോലത്തെ സംഭവങ്ങളൊന്നുമില്ല. വ്യാജാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പോലീസല്ലേ അന്വേഷിക്കുന്നത്. തീരുമാനം വന്നോട്ടെ. മറ്റതങ്ങനെയില്ലല്ലോ. സ്ഥിരമായ ഒരു മേഖലയിൽ സ്ഥിരമായി ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമാനമല്ല എന്നത് ഉറപ്പാണ്. തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിന് കുറേ മീറ്റിങ്ങുകളും ഇതൊക്കെ ഇപ്പോൾ കഴിഞ്ഞല്ലോ. ഇടുക്കിയിലടക്കം ലീഗും കോൺഗ്രസൊക്കെ തന്നെ തമ്മിലടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായി പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചോ? അല്ല, ആശയങ്ങളും അണികളും ഒക്കെയുള്ള പാർട്ടികളാവുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. UDF-ൽ എല്ലായിടത്തും ഉണ്ടാകാറുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഉണ്ടാകാറുണ്ട്. അത് 1-2 ദിവസം കൊണ്ട് ഞങ്ങൾ പറഞ്ഞ് തീർക്കാറുമുണ്ട്. നമ്മളൊക്കെ വീടുകളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ, മക്കളും വാപ്പയും തമ്മിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അത് വൈകുന്നേരം ആകുമ്പോഴേക്ക് തീരും. അതുപോലെ തന്നെയുള്ള UDF-ലെ അഭിപ്രായ വ്യത്യാസം. ഇപ്പോൾ ഞങ്ങൾ UDF-നെ ശക്തിപ്പെടുത്തി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്ക് ജനങ്ങൾ UDF-നെ വിശ്വസിക്കുന്നു, UDF-ൻ്റെ കൂടെ നിൽക്കുന്നു. ആ ജനങ്ങളോടൊപ്പം നിന്ന് കൂടുതൽ വലിയ വിജയം നേടാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. അതിൽ ഞങ്ങൾ കഴിഞ്ഞ മാസം, ഈ മാസം ആദ്യത്തിൽ കോഴിക്കോട് ചേർന്ന് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട തെക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പാക്കേജാണ്. ആ പാക്കേജിൻ്റെ ആദ്യഘട്ടമാണ് മിനിഞ്ഞാന്ന് ആലപ്പുഴയിൽ നടന്നത്. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള 8 ജില്ലകളിലെ ജില്ലാ ഭാരവാഹികളെ മാത്രമല്ല മണ്ഡലം ഭാരവാഹികളെയും ഞങ്ങളുടെ പോഷക സംഘടനാ നേതാക്കളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 മണി വരെ നടന്ന ഒരു ശില്പശാല. അതിൽ സംഘടനാ പ്രവർത്തനം എങ്ങനെ ഊർജിതപ്പെടുത്താം, വ്യവസ്ഥാപിതമായ ചിട്ടയോടുകൂടിയ ഒരു സംഘടനാ സംവിധാനം എങ്ങനെ നിലനിർത്താം എന്ന ചർച്ച. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പണ്ട് കാലത്തൊക്കെ ഞങ്ങൾക്ക് തെക്കൻ ജില്ലകളിലെ എല്ലാ ജില്ലകളിലും MLA-മാരുണ്ടായിരുന്നു. ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. ഒരുപാട് മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഞങ്ങൾ ഭരിച്ചിട്ടുണ്ട്. കോർപ്പറേഷനുകളിൽ പോലും ഞങ്ങൾക്ക് നല്ല പ്രാതിനിധ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇടക്കാലത്ത് ചെറിയ അപജയങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ട്. അത് പഴയകാല പ്രൗഢിയിലേക്കും പാരമ്പര്യത്തിലേക്കും പൈതൃകത്തിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. അത് നടക്കും. കാരണം ഇതിനകത്ത് ഞങ്ങളെ യോഗം തെളിയിക്കുന്നത് അതാണ്. എല്ലാവർക്കും താല്പര്യമുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തി മുസ്ലിം ലീഗിനെ ശക്തമാക്കുക, അടിത്തറ വിപുലമാക്കുക. പ്രത്യേകിച്ച് ആ ഭാഗങ്ങളിലുള്ള ഒരു പ്രശ്നം മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഇടയിൽ മറ്റ് ചില വാദങ്ങൾക്ക് ശക്തമാണ്. മലബാറിലെ പോലെയല്ല. അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. അരാഷ്ട്രീയവാദക്കാരുണ്ട്, തീവ്രവാദ രാഷ്ട്രീയക്കാരുണ്ട്. ഇവർക്കൊക്കെ ഏറെക്കുറെ വളക്കൂറുള്ളൊരു മണ്ണാണ് തെക്കൻ മേഖല. ആ ആളുകളെ തെറ്റിദ്ധരിക്കപ്പെട്ട് തെറ്റായ വഴികളിലൂടെ പോയ അത്തരം സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിക്കുമ്പോൾ UDF കൂടുതൽ ശക്തമാകും, UDF-ന് കൂടുതൽ വിജയങ്ങളുണ്ടാകും. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ഇസ്മായിൽ മുത്തറത്തിനെതിരെ ഇപ്പോൾ വായ്പാ തട കേസിൽ പ്രതി ചേർത്തുകൊണ്ട് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്താണ് ലീഗിന്റെ? ഇതാണ് പച്ചയായ വിവേചനം എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണയുള്ള ബാങ്കുകളിൽ നിന്ന്, സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ലോൺ എടുക്കും. ആ ലോൺ എടുക്കുമ്പോൾ അതിന് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളൊക്കെ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. 1-2 അടവ് തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിയമപരമായ നടപടികൾ എടുക്കുന്നത് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. അത് അടയ്ക്കാനുള്ള അവകാശം നീട്ടിക്കൊടുക്കാറുണ്ട്, ഗഡുക്കളാക്കി കൊടുക്കാനുള്ള അവകാശം കൊടുക്കാറുണ്ട്. ഇതൊക്കെ എല്ലായിടത്തും കേരളത്തിൽ നടക്കുന്നതല്ലേ. ഇത് ഞങ്ങളുടെ അറിയപ്പെടുന്ന നേതാവും സഹകരണ മേഖലയിലെ ഇടതുപക്ഷത്തിൻ്റെ തെറ്റായ നിലപാടുകൾക്കെതിരെ സുപ്രീം കോടതി വരെ പോയി കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും എന്ന നിലക്ക് അദ്ദേഹത്തിനെതിരെ വിജിലൻസ് എടുത്തിരിക്കുകയാണ്. ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുന്ന ആളുകൾ ആ ലോൺ യഥാസമയം അടക്കുന്നില്ലെങ്കിൽ അവർക്കെതിരെ വിജിലൻസ് കേസെടുക്കാറുണ്ടോ? CBI അന്വേഷണത്തിൽ വിടാറുണ്ടോ? അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ അവിടെ ഇല്ലേ? മോർട്ട്ഗേജ് ചെയ്ത് കൊടുത്തില്ലേ ബാങ്കിന്? അദ്ദേഹം അടക്കും.
സാമ്പത്തികമായ പ്രയാസമില്ല. എല്ലാ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട്. അത് തീരുമ്പോൾ അടക്കും. ഞങ്ങൾ വലിയ ധനാഢ്യരോ കോടീശ്വരന്മാരൊന്നും അല്ലല്ലോ. അപ്പോൾ ഇത് കിട്ടുമ്പോൾ ഞങ്ങൾ അടക്കും. വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ബിസിനസ്സുകാർക്കും അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സിനും നൽകുന്ന പ്രൊഫഷണലായിട്ട് നൽകേണ്ട ഒരു വായ്പ അത് വ്യാജരേഖ ചമച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ആ വായ്പ നേടിയെടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വിജിലൻസിന്റെ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ഇത്ര വർഷം മുമ്പ് കൊടുത്ത രേഖ ഇപ്പോഴേ കണ്ടെത്തിയിട്ടുള്ളൂ. എത്ര കൊല്ലം മുമ്പ് കൊടുത്തതാ? അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ ടാർഗറ്റ് ചെയ്തത്? അത് ഈ ഗവൺമെൻറ്റിനെ എതിർക്കുന്ന ആളുകളെ മുഴുവൻ ടാർഗറ്റ് ചെയ്യുക. അതാണ് ഗവൺമെൻറ്റിൻ്റെ നയം. ഗവൺമെൻറ്റിൻ്റെയോടൊപ്പം നിൽക്കുന്ന ആളുകൾ എന്ത് തോന്നിവാസം ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യുക. തികച്ച വിവേചനമാണിത്. അവിടെ അദ്ദേഹത്തിൻ്റെ മകളുടെയും മകൻ്റെയും ഭാര്യയുടെയും മകൻ്റെയും പേരിൽ എടുത്തിട്ടുള്ളൂ. അദ്ദേഹം ബിനാമി പേര് ഇത് കരുവന്നൂർ ബാഗൊന്നുമല്ലല്ലോ.